സിലബസ് പോലെ തന്നെ എല്ലാവർക്കും സംശയമുണ്ടായിരുന്ന ഒരു കാര്യമാണ് നീറ്റിൻ്റെ പോസ്റ്റ്പോൺമെൻറ്റ്. നീറ്റിൻ്റെ പോസ്റ്റ്പോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് പോസ്റ്റ്പോൺ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സങ്ങോട്ട് മാറും. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴേ അങ്ങോട്ട് പറയുകയാണ്, നീറ്റിൻ്റെ പോസ്റ്റ്പോൺമെൻറ്റ് നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഞാൻ വ്യക്തമാക്കി തരാം. എനിക്കതിന് റീസൺ ഉണ്ട്, ഞാനത് പറയാൻ വേണ്ടിയിട്ട്. നിങ്ങളെപ്പോലെ തന്നെ നീറ്റ് PGക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് ഞാനും. ഓക്കെ, നിങ്ങളുടെ ബോർഡ് ഏതാണോ, അതായത് NBMS, അതേ ബോർഡ് തന്നെയാണ് നമ്മുടേത്. NMC മാറി NBMS ആയി, NBE ആയി. ഓക്കെ, അതേ ബോർഡ് തന്നെയാണ് നമ്മുടേത്. അപ്പോൾ ഞങ്ങൾക്ക് സംഭവിച്ചത് മാർച്ച് 5-ാം തീയതിയാണ് ഞങ്ങളുടെ എക്സാം വരുന്നത്, നീറ്റ് PG എക്സാം വന്നിരുന്നത്. ഓക്കെ, അത് കുറച്ച് ചേഞ്ചൊക്കെ വരുത്തിയാണ് ഇനി മാർച്ച് 5 എന്നുള്ള ഡേറ്റ് അവർ ഫിക്സ് ചെയ്തത്. അന്ന് ആപ്ലിക്കേഷൻ വിളിച്ച ടൈമിൽ ജാനുവരി 7-ാം തീയതിയാണ് ഞങ്ങളുടെ ആപ്ലിക്കേഷൻ വിളിക്കുന്നത്. ആ ആപ്ലിക്കേഷൻ വിളിക്കുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. എല്ലാവർക്കും കയറി അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഹോസ്പിറ്റൽസുകളിൽ ഹൗസ് സർജൻസി കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികൾ, അതായത് ഫൈനൽ ഇയർ കഴിഞ്ഞ് 1 ഇയർ ഹൗസ് സർജൻസി കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് അത് ഇവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനൊരു ഫിക്സഡ് ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിനുള്ളിൽ അവർ ഹൗസ് സർജൻസി കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് എപ്പോഴുള്ള റൂള്. അപ്പോൾ ഇവർ ഈ ജാനുവരിയിൽ വിളിച്ചിരുന്ന ടൈമിൽ ഏകദേശം 75,000 ഡോക്ടേഴ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാനന്ന് പറ്റിയുള്ളൂ. ബാക്കി ഒരുപാട് ഡോക്ടേഴ്സ് ഹൗസ് സർജൻസുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇവർ ഈ NBEക്കാർ കൊടുത്ത ഡേറ്റിനകത്ത് ഇവരുടെ ഹൗസ് സർജൻസി കംപ്ലീറ്റ് ചെയ്യുന്നില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവർ ചെയ്ത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എലിജിബിലിറ്റി ഡേറ്റ് കൂട്ടി, NBE എലിജിബിലിറ്റിയുടെ ഡേറ്റ് കൂട്ടി ഓഗസ്റ്റ് ആക്കി. അപ്പോൾ ഒരുപാട് കുട്ടികൾ അറ്റംപ്റ്റ് അല്ല, അവർക്ക് എൻ്റെ വാക്കിൽ വരുത്തായിരുന്നു, രജിസ്റ്റർ ചെയ്യാൻ പറ്റി. ഇത് നിങ്ങൾ അറിയേണ്ട കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അങ്ങനെ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേറൊരു റൂള് കൂടെ ഉണ്ട്. നമുക്ക് സാധാരണ നീറ്റ് PG എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് മന്ത് തന്നെ നിങ്ങളെപ്പോലെ അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് ഒരു റൂൾ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൗസ് സർജൻസി പീരീഡ് കംപ്ലീറ്റ് ആക്കിയാൽ, അല്ലെങ്കിൽ ഏതാണോ എലിജിബിലിറ്റി കൊടുത്തിരിക്കുന്നത് ആ ടൈം കഴിഞ്ഞാൽ മാത്രമേ അലോട്ട്മെൻറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയേ, ഓഗസ്റ്റ് വരെ നീട്ടി കൊടുത്തു. നമ്മൾ എക്സാം കൊടുക്കുന്നത് മാർച്ച് 5-ാം തീയതിയാണ് എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കുറേ കുട്ടികൾക്ക് പഠിക്കാൻ സമയമില്ല എന്നുള്ള ബേസിസിലും, അതായത് ലേറ്റായിട്ട് ജോയിൻ ചെയ്തവരാണ്, നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, ചുരുക്കി പറയുന്നതാണ്. അതിൻ്റെ ബേസിസിലും ഒക്കെ ആയിട്ട് നമ്മൾ കോർട്ടിൽ വരെ പോയിട്ടുണ്ടായിരുന്നു. കുറേ പേര് കോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. കാരണം മാർച്ചും ഈ ഓഗസ്റ്റും തമ്മിൽ ഒരുപാട് 6 മാസത്തോളം വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും എന്നുള്ള ബേസിസിൽ ഇവർ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, കോടതിയിൽ പോയായിരുന്നു, കുറേ വാദങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും NBE സ്ട്രോങ് ആയിരുന്നു. അവർ പറഞ്ഞ ഡേറ്റിന് തന്നെ മാർച്ച് 5-ാം തീയതി ഞാൻ എക്സാം എഴുതിയിട്ട് വന്നത് ഇവിടെ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്, വെറുതെ ആവശ്യമില്ലാതെ ഈ പോസ്റ്റ്പോൺമെൻറ്റിൻ്റെ പുറകിലേ പോകരുത്. എനിക്കിത് സംഭവിച്ചു. അതായത് ഞാൻ ഫെബ്രുവരിയിൽ ഇത് പറഞ്ഞപ്പോഴത്തേനും പോസ്റ്റ്പോൺമെൻ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലൊരു ചാഞ്ചാട്ടം ഉണ്ടാവുമല്ലോ, ഓക്കെ കുറച്ചുകൂടെ പഠിക്കാൻ സമയം കിട്ടുമല്ലോ എന്നുള്ളൊരു ഇതുണ്ടാവും. അപ്പോൾ ഞാനും അത് ഒന്ന് പ്രതീക്ഷിച്ചു. അപ്പോൾ അത് പ്രതീക്ഷിച്ചത് കാരണം തന്നെ എനിക്കത് നന്നായിട്ട് ഇപ്പോൾ അറിയാം, എൻ്റെ പഠിത്തത്തിന് അത് വളരെ നന്നായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വരരുത് എന്നുള്ള ബേസിസിലാണ് പോസ്റ്റ്പോൺമെൻറ്റ്. എവിടെ ആ വാക്ക് കേൾക്കുന്നു ദയവ് ചെയ്ത് ശ്രദ്ധിക്കാതിരിക്കാം. ഒറ്റ കാര്യം ചിന്തിക്കുക, പോസ്റ്റ്പോൺമെൻറ്റ് നടക്കുവാണെങ്കിൽ നിങ്ങൾ എന്തായിരുന്നാലും അറിയും. ഓക്കെ, അതിൻ്റെ ഒഫീഷ്യൽ സർക്കുലർ നിങ്ങളുടെ മുമ്പിൽ തന്നെ വരും, എങ്ങനെയെങ്കിലും വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് വിളിച്ച് പറയും, എങ്ങനെയായാലും നിങ്ങൾ അറിയും. വെറുതെ എന്തിനാണ് ഈ പോസ്റ്റ്പോൺമെൻറ്റ് നടക്കൂലേ, അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞ് ഇതൊക്കെ ഇപ്പോൾ എനിക്കത് ശരിക്കും അത് റിയലൈസേഷൻ ഒന്നും ലൂസ് ടോക്സ് ആയിരുന്നു. അത് നമുക്കതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പോസ്റ്റ്പോൺമെൻറ്റ് നടക്കുവാണെങ്കിൽ ഓക്കെ, അത് നമുക്ക് അപ്പം നോക്കാം. ഇപ്പോൾ നിങ്ങൾ പോസ്റ്റ്പോൺമെൻറ്റ് നടക്കുമോ എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ പുറകെ പോകണ്ട. ഞാൻ ഇപ്പോഴും പറയുന്നു, പോസ്റ്റ്പോൺമെൻറ്റ് നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഈ ഒരു ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഞാൻ ലൈവായിട്ട് നിന്ന് അനുഭവിച്ചിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു അനുഭവിച്ച് വരുന്ന ഒരു വ്യക്തിക്ക് പറയുമ്പോൾ കുറച്ച് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ മാറ്റാനുള്ള ചാൻസ് വളരെ കുറവാണ്. മാറ്റിയാൽ ഓക്കെ, നമുക്ക് നോക്കാം. വെറുതെ ഇതിനെ സമയം കളയണ്ട. ഓക്കെ.